അപ്പൊ ഒരു സഹാബത്തിനും ഉറപ്പായി ഇനി ഒരു നിവൃത്തിയുമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി എടുത്തു കഴിഞ്ഞു. അങ്ങനെ അവരും എല്ലാവരും ബലിയർത്ത് നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ച് തിരിച്ചുപോയി. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ ഇഹ്സാർ. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞു, ഫൈൻ ഉഹ്സിർതും എന്ന ആയത്തിന്റെ വീഴ്ചയിൽ ശത്രുമുഖേന തടയപ്പെടുക എന്നേ അർത്ഥം വെക്കാനാവൂ. ഇഹ്സാറിന്റെ തഹല്ലുൽ എന്ന് പറയുന്നത് ശത്രുമുഖേന തടയപ്പെടുന്ന ഒറ്റ കാര്യം. ശത്രു മുസ്ലിമായാലും കാഫിറായാലും തുല്യം. ശത്രുതയുടെ പേരിൽ ഇവനെ ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ അനുവദിക്കില്ല എന്ന വാശിയുടെ പേരിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ തടഞ്ഞു, എന്നാൽ ഇവൻ ശത്രുവാണ്. ഈ ശത്രു മുഖേന തടയപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മം മൂന്നാവുന്നു. ഇഹ്സാർ എന്ന് പറയുന്നു. 3 കർമ്മം. ഒന്ന്, ആദ്യമായി ബലിയർക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഫൈൻ ഉസ്റതും വമസ്തസറ മിനൽ ഹദി, നിങ്ങൾ ശത്രു മുഖേന ഹജ്ജോ ഉംറയോ നിർവഹിച്ചു പൂർത്തിയാക്കാൻ പറ്റാത്ത നിലയിൽ തടയപ്പെട്ടാൽ ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരാടെങ്കിലും ബലിദാനം ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹ്, നിങ്ങൾ ബലിമൃഗം അറുത്തതിന് ശേഷമല്ലാതെ മുടി മുറിച്ച് നിങ്ങൾ തഹല്ലുലാവരുത്. ഖുർആൻ വ്യക്തമായി പറയാം, വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹ്, ആദ്യം നിങ്ങൾ ബലിയർക്കണം, എന്നിട്ട് തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടു കൂടി മുടിയെടുക്കണം. ഈ 3 കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രായശ്ചിത്തമോ അതല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു ഖളാ വീട്ടലോ ഒന്നുമില്ല. അപ്പോ ശത്രു മുഖേന തടയുക എന്നതാണ് ഷർത്ത്. ശത്രു മുസ്ലിമായാലും കാഫിറായാലും ഒക്കെ ഒരു കണക്കാം. ഇവിടെ ചെയ്യേണ്ടത് ഇഹ്സാർ എവിടെ വെച്ച് ശത്രു തടഞ്ഞോ അവിടെ വെച്ച് ആദ്യം ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യാൻ വേണ്ടി ഞാൻ ബലി അറുക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ബലി അറുക്കുക. അറുത്തതിന് ശേഷം ഞാൻ ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മൂന്നാമത് ഇഹ്സാറിന്റെ തഹല്ലുലിന് വേണ്ടി ഞാൻ മുടി മുറിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി മുടി മുറിക്കുക. അപ്പൊ ആദ്യം നിയ്യത്തോടുകൂടി അറുക്കണം, രണ്ടാമത് ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം, എന്നിട്ട് മുടി മുറിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രു മുഖേന തടയപ്പെടുന്ന ഹസ്ർ, ആ ഹസ്ർ കാരണം ഇഹ്റാമിൽ നിന്നിട്ട് ഇവൻ പുറത്തു വന്നു. ഇനി അറുക്കാൻ കഴിയില്ലെങ്കിലോ, ഉദാഹരണം അവിടെ ബലിമൃഗങ്ങളൊന്നും കിട്ടാത്ത ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്നത് തന്നെ കൃത്രിമ വില ഉണ്ടാക്കിയിട്ട് കരിഞ്ചന്തക്കെ കിട്ടൂ. ഇങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ഈ ബലിമൃഗത്തിന് വരുന്ന സാധാരണ മാർക്കറ്റ് വില എത്രയോ അത്രയും വിലക്ക് മുഖ്യാഹാരമായ അരി, ഗോതമ്പ്, ഈത്തപ്പഴം പോലെയുള്ള മുഖ്യാഹാരമായ വസ്തുക്കൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങി അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അതിന് കഴിവില്ലെങ്കിൽ ആടിന് എത്ര വില വരുമെന്ന് നോക്കി ആ വിലക്ക് എത്ര കിലോ അരി ലഭിക്കുമെന്ന് നോക്കി ആകെ അരി എത്ര മുദ്ദുണ്ടോ അങ്ങനെ ഒരു ദിവസത്തിന് ഒരു മുദ്ദ് എന്ന വീതം നോമ്പെടുക്കണം. ഇതാണ് ഇഹ്സാറിന് വേണ്ടത്. ആദ്യം ആടിനെ ബലിയർക്കുക, അതിന് കഴിയില്ലെങ്കിൽ ആടിന്റെ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സാധുക്കൾക്ക് വിതരണം ചെയ്യുക, അതിന് കഴിയില്ലെങ്കിൽ ഈ ഭക്ഷ്യധാന്യം എത്ര കിലോ വരുമോ അതിൽ എത്ര മുദ്ദുണ്ടാകുമോ ഒരു മുദ്ദിന് ഒരു ദിവസം എന്ന തോതിൽ നോമ്പെടുക്കുക. എങ്കിലേ ഇഹ്സാറിന്റെ തഹല്ലുൽ അനുവദിക്കപ്പെടുകയുള്ളൂ. ഇത് ഇപ്പോൾ സാഹചര്യത്തിൽ നിലവിലില്ല. ഇത് ഞാൻ പറയുമ്പോ ജിദ്ദയിലും അതുപോലെ തന്നെ ത്വായിഫിലും ഇതുപോലുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്നോട് സംശയം വരും. ഇപ്പോഴും ധാരാളമല്ലേ തസ്രീഹില്ലാതെ ഹജ്ജിന് പോകുന്ന ആളുകളെയൊക്കെ തടയുകയും പിടിച്ചു വെക്കപ്പെടുകയും തിരിച്ചയക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിന് ശാഫി മദ്ഹബിൽ ഹസ്ർ എന്ന് പറയില്ല. കാരണം ശത്രുക്കൾ തടയുക എന്ന പരിധിയിൽ ഒരിക്കലും ഇത് വരുന്നില്ല. മറിച്ച് ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ടി
നിളാമിന്റെ ഭാഗം എന്ന നിലക്ക് 5 വർഷത്തിലൊരിക്കൽ അനുമതി വാങ്ങി ഹജ്ജ് നിർവഹിക്കണം. അത് വിദേശങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും ജീവിതത്തിൽ ഒരൊറ്റ സന്ദർഭം കിട്ടുന്ന ധാരാളം വൃദ്ധന്മാരും സാധാരണക്കാരും എത്തിച്ചേരുന്ന അവിടെ തിക്കും തിരക്കും അസൗകര്യവും കുറക്കാൻ വേണ്ടിയും വരുന്ന ഹാജിമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഹജ്ജിന്റെ മനാസിക്കുകൾ പൂർത്തീകരിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടിയും അവിടെ ഒരുക്കുന്ന സജ്ജീകരണങ്ങൾ ഹാജിമാർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാനുമൊക്കെ വേണ്ടി ഗവൺമെന്റ് വരുത്തിയ ഒരു നിളാമിന്റെ ഭാഗമാണ് തസ്രീഹില്ലാതെ പോകുന്നവരെ തടയുക എന്നത്. ഇത് ശത്രുതയുടെ പേരിലല്ല, ഹജ്ജ് ചെയ്യുന്നതിനുള്ള വിരോധം കൊണ്ടല്ല, വ്യക്തിപരമായുള്ള വിരോധം കൊണ്ടോ ഹജ്ജ് ചെയ്യുന്നതിനുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ചെയ്യുന്ന ഹാജിമാരുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട്. കാരണം 5 വർഷത്തിലൊരിക്കൽ ഗവൺമെന്റ് അനുമതി കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ 5 വർഷം ആകാതെ തന്നെ സ്വന്തം ഭാര്യയോ ഉമ്മയോ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അക്കാര്യം കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്താൽ 5 വർഷം ആകാതെ തന്നെയും അനുമതി കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ഫർളുള്ളൂ എങ്കിലും 5 വർഷത്തിലൊരിക്കൽ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് കറാഹത്താണെന്നും, ഒരിക്കൽ 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ സൗകര്യപ്രദമായ ആളുകൾ ഹജ്ജ് നിർവഹിക്കൽ വളരെ മോക്കതായ സുന്നത്താണെന്നുമുണ്ട്. അതുപോലും പരിഗണിച്ച് 5 വർഷത്തിലൊരിക്കൽ ആവർത്തിച്ചു പോകാനുള്ള അനുമതി വരെ കൊടുത്ത് ഹാജിമാരുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ടുണ്ടാക്കിയ നിളാമ്, ഈ നിളാമിനെ മറികടന്നു പോകുമ്പോൾ ചിലപ്പോൾ പിടിക്കപ്പെടുകയോ ചിലപ്പോൾ തിരിച്ചയക്കപ്പെടുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ശത്രു മുഖേനയുള്ള ഫൈൻ ഹസ്ർത്തും എന്ന് പറയുന്ന ഹസ്റിന്റെ പരിധിയിൽ വരില്ല എന്നതാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. അപ്പോ ഈ ഹുദൈബിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഹസ്ർ സംഭവിച്ചാൽ പലിയറുത്ത് നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലായി ഇഹ്സാറിന്റെ തഹല്ലുൽ എന്ന് പറയുന്ന ആ വകുപ്പ് ശത്രു മുഖേന തടയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തൊരു വകുപ്പുണ്ട്, അത് നന്നായിട്ട് മനസ്സിലാക്കണം. അതെന്താണ്? ഇഹ്സാർ എന്ന് പറഞ്ഞാൽ പൊതുവായ തടസ്സം. അത് എന്തുകൊണ്ടുള്ള തടസ്സമായാലും വേണ്ടില്ല. ശത്രു മുഖേനയല്ലാതെ താൻ ഇഹ്റാമിൽ പ്രവേശിച്ച ഹജ്ജോ ഉംറയോ ചെയ്തു പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകുക. അത് രോഗം കൊണ്ടാവാം, വഴി അറിയാതെയാവാം, സ്ഥലം പിഴച്ചതുകൊണ്ടാവാം, ചിലപ്പോൾ യാത്രക്ക് ആവശ്യമായിരുന്ന ധനം വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ട് യാത്ര പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാകാം. ഇങ്ങനെ വിവിധങ്ങളായ പ്രത്യേക സാഹചര്യത്തിൽ താൻ ഇഹ്റാമിൽ പ്രവേശിച്ച ഈ അമലി ഹജ്ജാവട്ടെ ഉംറയാവട്ടെ അത് ചെയ്തു തീർക്കുന്നതിന് പ്രതിബന്ധം നേരിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് തഹല്ലുൽ ചെയ്യുന്നതിന്റെ വകുപ്പ്, അത് ഇഹ്സാറിന്റെ തഹല്ലുലല്ല. അങ്ങനെ വകുപ്പ് അതിനില്ല. മറിച്ച് മഹാനായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാഇന് പുറപ്പെടുന്നതിന് മുമ്പ് മുസ്ലിംകൾ ജീവിക്കുന്ന രാജ്യങ്ങളിലൊക്കെ വിളംബരം ചെയ്യപ്പെട്ടു. എല്ലാ ഭാഗത്തും മുസ്ലിങ്ങളായി അവിടെ ഏതൊക്കെ നാട്ടിൽ ആളുകൾ ഉള്ളതായി അറിയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അറിയിപ്പ് കൊടുത്തു. ഈ വർഷം ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ഹജ്ജ് നിർവഹിക്കാനും അവിടെ നിന്ന് നേരിട്ട് ഹജ്ജിന്റെ മനാസിക്കുകൾ കണ്ടുപഠിക്കാനും വേണ്ടി സൗകര്യപ്പെടുന്ന എല്ലാവരും ഹജ്ജിന് പുറപ്പെട്ടുകൊള്ളണം എന്നുള്ള ഓർഡർ. അതനുസരിച്ച് നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹാജിമാർ ഹജ്ജിന് വേണ്ടി തയ്യാറായി. കുറെ ആളുകൾ മദീനയിലേക്ക് എത്തി, കുറെ ആളുകൾ മക്കയിലെത്തി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് സംഗമിച്ച് ദുൽഹജ്ജ് 8 മിനയിൽ പോയി പിന്നീട് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു തീർക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിൽ ഹജ്ജിന് സൗകര്യപ്പെടുന്നവരൊക്കെ ഹജ്ജിന് പുറപ്പെടണം എന്ന അറിയിപ്പ് കൊടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ബന്ധു കൂടിയായ മുബാത്ത് ബിൻത് സുബൈർ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ഒരു സഹാബിയത്തായ വനിതയുണ്ട്. നബി തങ്ങളുടെ മച്ചുനൻ സുബൈർ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രിയാണ്. അവരെ കണ്ടപ്പോ അവര് ഹജ്ജിനുള്ള തയ്യാറെടുപ്പൊന്നും നടത്തിയതായി കണ്ടില്ല. അപ്പോ തിരുനബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഞങ്ങളുടെ കൂടെ ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ? ആളുകളൊക്കെ തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്താ ഒന്നും ഒരുങ്ങാത്തത്? ഉടനെ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി അജിദുനി വജ്അ. ഹബീബായ നബിയെ, എനിക്ക് നല്ല സുഖമില്ല. 10 ദിവസം ഈ ഒട്ടകപ്പുറത്ത് ഇരുന്ന് യാത്ര ചെയ്യണമല്ലോ അന്ന് മക്കയിലേക്ക് മദീനയിൽ നിന്ന് എത്തണമെങ്കിൽ. ഒട്ടകപ്പുറത്തിരുന്ന് ഈ പൊടിക്കാറ്റും ചൂടും ഒക്കെ സഹിച്ച് ആ ഒട്ടകപ്പുറത്തുള്ള ആ വല്ലാത്ത വിഷമകരമായ യാത്ര, ആ യാത്ര പൂർത്തിയാക്കാൻ എനിക്ക് ശാരീരികമായ പ്രയാസമുണ്ട്. അപ്പോ ഇനി യാത്രയും കൂടി ആയാൽ രോഗം കൂടുതലായെങ്കിലോ, അപ്പൊ അത് പ്രയാസപ്പെടുമല്ലോ എന്നിങ്ങനെ ഒരു ആശങ്ക ബഹുമാനപ്പെട്ട മുബാറക് ബിൻത് സുബൈർ റളിയല്ലാഹു തആല അൻഹ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ, ഉണർത്തിയപ്പോ അതിന് പരിഹാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കാൻ അതിന് പ്രശ്നം ആക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ആശങ്ക ഉണ്ടെങ്കിൽ, അങ്ങനെ രോഗം കാരണം പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിട്ടേക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ഹജ്ജി വഷ്തരിത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈദിനോട് പറയാം, ഹജ്ജി വഷ്തരിത്തി, നിങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയും ആ ഇഹ്റാമിന്റെ കൂടെ നിങ്ങൾ ഒരു നിബന്ധന വെക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, അല്ലാഹുവേ ഞാൻ ഹജ്ജിന് വേണ്ടി ഉള്ള ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. പക്ഷേ ഈ ഇഹ്റാം മുഖേനയുള്ള അമൽ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത നിനക്ക് എനിക്ക് തടസ്സം എപ്പോൾ നേരിടുമോ അവിടെ ഞാൻ തഹല്ലുൽ ചെയ്യും എന്ന് നിബന്ധനയോടുകൂടി നീ ഇഹ്റാം ചെയ്തോ എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബാറക് ബിൻത് സുബൈർ റളിയല്ലാഹു തആല അൻഹയോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് മഹദിയായിരിക്കുന്ന മുബാറക്, അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, നീ എന്നെ എവിടെ വെച്ചിട്ടാണോ എന്റെ ഈ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുന്നതിന് തടസ്സം എനിക്ക് അനുഭവപ്പെടുന്നത് അവിടെ ഞാൻ തഹല്ലുൽ ചെയ്യും എന്ന നിബന്ധനയോടുകൂടി ഹജ്ജിന്റെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുബാറക് ബിൻത് സുബൈർ റളിയല്ലാഹു തആല നാം ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത സൗഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, രോഗമൊക്കെ നല്ല നിലയിൽ ശിഫയായി റാഹത്തായ നിലക്ക് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ഹജ്ജത്തുൽ വദാഇന്റെ വർഷം ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ അവർക്ക് സൗഭാഗ്യമുണ്ടായി. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, താൻ പ്രവേശിക്കാൻ പോകുന്ന ഈ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, ഈ ഇഹ്റാം കൊണ്ട് ഞാൻ പ്രവേശിക്കാൻ പോകുന്ന ഈ നുസുക്ക് എന്തോ അത് യഥാവിധി പൂർത്തിയാക്കുന്നതിന് എനിക്ക് പ്രതിബന്ധം നേരിട്ടാൽ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകുമെന്നോ, അവിടെ വെച്ച് ഞാൻ ബലിയറുത്ത് തഹല്ലുലാകുമെന്നോ, അവിടെ വെച്ച് ഞാൻ ബലി അറുക്കാതെ തന്നെ തഹല്ലുലാകുമെന്നോ, അവിടെ വെച്ച് ഞാൻ ഹലാലായി അതുകൊണ്ട് ഞാൻ ഹലാലാകും എന്നോ നിബന്ധന വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്താൽ ഇതടിസ്ഥാനത്തിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ചെയ്യാവുന്നതും തടസ്സമൊന്നും നേരിട്ടില്ലെങ്കിൽ താൻ പ്രവേശിച്ച ഇഹ്റാം എന്താണോ ആ അമൽ ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യാം. പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിട്ടാൽ നേരത്തെ പറഞ്ഞ ഷർത്തനുസരിച്ച് അവന് പ്രവർത്തിക്കാം. ഒന്നും നേരിട്ടിട്ടില്ലെങ്കിൽ ശരിയായ നിലക്ക് അവന് ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യാം. ശത്രു തടയുന്നതല്ലാത്ത ഏത് തടസ്സവും നേരിടുന്നതിന് മുമ്പ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കാണുന്ന സാഹചര്യത്തിൽ ഷർത്ത് വെക്കുക എന്ന ഒറ്റമൂലി മാത്രമാണ് പരിഹാരമായി ഷാഫി മദ്ഹബിന്റെ നിർദ്ദേശം. ഇതറിയാതെ പല ആളുകളും അബദ്ധത്തിൽ കുടുങ്ങുന്നുണ്ട്. 4 നിലക്ക് നിയ്യത്ത് ഞാൻ പറഞ്ഞു. അത് 4ഉം ബോധപൂർവം പറഞ്ഞു തന്നെ. ഒക്കെ ഇമാമിയങ്ങൾ കിതാബിൽ പറഞ്ഞാണല്ലോ, ഒന്ന് ശ്രദ്ധിക്കുക. 1, ഞാൻ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, പക്ഷേ ഈ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന് എനിക്ക് പ്രതിബന്ധം നേരിടുകയാണെങ്കിൽ അവിടെ വെച്ച് ബലിയർത്ത് ഞാൻ തഹല്ലുലാവും എന്നാണോ നിയ്യത്തിൽ പറഞ്ഞത്, എങ്കിൽ ബലിയർത്ത് തന്നെ തഹല്ലുലാവണം. ഇനി അങ്ങനെയല്ല, ഞാൻ ഈ പ്രവേശിക്കുന്ന ഇഹ്റാം ഹജ്ജാവട്ടെ മറ്റേതായാലും വേണ്ടില്ല, ഈ ഇഹ്റാം
ഞാൻ ഹജ്ജിന്റെ ഹറാമിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഉംറയുടെ ഹറാമിൽ പ്രവേശിക്കുന്നു, ഈ അമൽ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് എനിക്ക് തടസ്സം നേരിട്ടാൽ അവിടെ വെച്ച് ഞാൻ ബലിയൊന്നും അറുക്കാതെ തന്നെ തഹല്ലുലാകും എന്നാണോ നിയ്യത്ത് ചെയ്തിരുന്നത്? എന്നാ ബലി അറുക്കണ്ട, മുടി കുറച്ച് തഹല്ലുലായാൽ മതി, തടസ്സം നേരിടുന്നവർക്ക്. ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചിട്ടുള്ളൂ, ഈ അമൽ പൂർത്തിയാക്കുന്നതിന് എനിക്ക് പ്രതിബന്ധം നേരിട്ട് തടസ്സം നേരിട്ടാൽ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാവും എന്ന് മാത്രമാണ്. അപ്പൊ ബലി അറുക്കാതെ തഹല്ലുലാവും എന്ന് വ്യക്തമാക്കിയാലും ഒന്നും വ്യക്തമാക്കാതെ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകും എന്ന് മാത്രം വ്യക്തമാക്കിയാലും രണ്ടായാലും ബലി അറുക്കാതെ തഹല്ലുലാവാം. അതേസമയത്ത് ഞാൻ ബലി കൊടുത്ത് തഹല്ലുലാവും എന്ന് പ്രത്യേകം കരുതിയിരുന്നുവെങ്കിൽ ബലി കൊടുക്കണം, എന്നിട്ടേ തഹല്ലുലാവാൻ പാടുള്ളൂ. അപ്പോ ബലി അറുത്ത് തഹല്ലുലാവും എന്ന് വെക്കാതെ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകും എന്നോ അവിടെ വെച്ച് ബലി കൊടുക്കാതെ തന്നെ തഹല്ലുലാകുമെന്നോ രണ്ട് കരുതിയാലും മുടി മുറിച്ച് തഹല്ലുലായാൽ മാത്രം മതി. അപ്പം ബലി കൊടുത്ത് തഹല്ലുലാകും എന്ന് പറഞ്ഞുകൊണ്ട് മുടി മുറിക്കും വേണം, ബലി കൊടുക്കും വേണം. തഹല്ലുലാകും എന്നോ ബലി അറക്കാതെ തഹല്ലുലാകും എന്നോ കരുതിയോർത്ത് നിയ്യത്ത് ചെയ്ത് തഹല്ലുലായാൽ മതി. നിയ്യത്ത് ചെയ്യണം, എന്നിട്ട് മുടി മുറിച്ച് തഹല്ലുലായാൽ മതി. ഇനി നാലാമത്തെ രീതി പറഞ്ഞല്ലോ, എനിക്ക് തടസ്സം നേരിട്ടാൽ അതുകൊണ്ട് ഞാൻ ഹലാലാകും. തടസ്സം നേരിട്ടാൽ അതുകൊണ്ട് ഞാൻ ഹലാലാകും. അപ്പൊ ആ തടസ്സം നേരിട്ടാൽ തന്നെ ആള് ഓട്ടോമാറ്റിക്കലായിട്ട് തഹല്ലുലായി, പിന്നെ അവിടെ മുടി മുറിക്കണ്ട, മറ്റൊന്നും വേണ്ട. അപ്പൊ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇഹ്റാം കഴിഞ്ഞിട്ട് പിന്നെ നിയ്യത്ത് ചെയ്യാതെ ഒന്നും നടക്കൂല, കൂട്ടത്തിൽ വെക്കണം. അതാണ് ഹജ്ജി വസ്തരിത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ഷർത്ത് വെക്കുകയും ചെയ്തു. അപ്പൊ ഷർത്ത് വെച്ചുകൊണ്ട്, ഷർത്തിക്കാണ് നിബന്ധന വെക്കുക നഷ്ടം, നിബന്ധന വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കണം എങ്കിൽ ഈ നിബന്ധന എങ്ങനെയാണ്? തടയപ്പെട്ടാൽ ഞാൻ തഹല്ലുലാവും എന്നാണെങ്കിൽ മുടി മുറിച്ച് നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലായ മതി. അതുകൊണ്ട് ഹലാലാകും എന്നാണെങ്കിലോ അത് തന്നെ മതി, ആ തടസ്സം കൊണ്ട് തന്നെ തഹല്ലുലാവും. അപ്പോ രോഗം കാരണം ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു, ഉംറ പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഹൈദ് കാരണമോ നിഫാസ് കാരണമോ ഹജ്ജിന്റെ അമലുകളാവുന്ന തവാഫും സയ്യും പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ ഉംറന്റെ അമലാവുന്ന തവാഫും സയ്യും പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു. ഇങ്ങനെ വന്നു, കാത്തിരിക്കാൻ സമയമില്ല, യാത്ര പോകേണ്ട സമയമായിട്ടുണ്ട്, കൂടെ ഭർത്താവോ മറ്റുള്ളവരോ കാത്തിരിക്കില്ല, ഒറ്റപ്പെട്ടു പോവും, ഇവിടെ നിൽക്കാനും നിവൃത്തിയില്ല, തിരിച്ചു പോകാനും നിവൃത്തിയില്ല എന്നൊക്കെ വിഷമം വരാൻ സാധ്യതയുള്ള സ്ത്രീകളൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹിൽ പ്രത്യേകം പറയുന്നു, ഹൈദ് കൊണ്ടോ നിഫാസ് കൊണ്ടോ ഹജ്ജിന്റെ അമൽ പൂർത്തിയാക്കാൻ പ്രയാസം നേരിടും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഹൈദ് മുഖേനയോ നിഫാസ് മുഖേനയോ എനിക്ക് ഈ അമൽ പൂർത്തിയാക്കാൻ തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാവും എന്ന നിയ്യത്ത് കൂടെ വെച്ചാൽ പ്രയാസമില്ലാതെ അവർക്ക് മുടിമുറിച്ച് തിരിച്ചു പോരാവുന്നതാണ്. ജിദ്ദ പോലെയുള്ള പരിസരങ്ങളിൽ ധാരാളം അബദ്ധം വരുത്തി വെക്കുന്ന വലിയൊരു കാര്യമാണ്. ഭർത്താവും ഭാര്യയും കൂടി ഒന്നിച്ച് ഇഹ്റാം ചെയ്ത് മക്കയിൽ പോയി. പക്ഷേ മക്കയിൽ എത്തിയപ്പോഴേക്കാണ് ഈ സ്ത്രീക്ക് മെൻസസ് തുടങ്ങി. ഇനി ഒരാഴ്ച കാത്തിരിക്കണം, അതിനവർക്ക് എന്തായാലും സൗകര്യമില്ല. കാരണം ഭർത്താവ് അന്ന് തന്നെ തിരിച്ചു പോരണം, ഇവിടെ ജോലിയുള്ള ആളാണ്. ഇവൾ അവിടെ ഒറ്റക്കാക്കി പോരാൻ യാതൊരു നിവൃത്തിയില്ല, അവൾ തിരിച്ചു പോരണം. ഒരാഴ്ച കഴിഞ്ഞ് കുളിച്ചാൽ ഉടനെ പോയി രണ്ടാമത് പോയി ഉംറ ചെയ്ത് പോരാൻ, ഭർത്താവിന് കൂടെ പോകാൻ ലീവില്ല. ഇങ്ങനെ വന്നിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഇമാം നവവി റഹ്മത്തുള്ളാഹിൽ പ്രത്യേകം പറയുന്നു, ഇങ്ങനെ തടസ്സം നേരിടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇഹ്റാം ചെയ്യുമ്പോൾ, സ്ത്രീകൾ പ്രത്യേകിച്ചും ഇഹ്റാം ചെയ്യുമ്പോൾ മെൻസസ് കാരണമോ മറ്റോ ഈ ഉംറ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ അപ്പോൾ തഹല്ലുലാവും എന്ന് കൂടി ഷർത്ത് വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യട്ടെ. എന്നാൽ നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ചാൽ മാത്രം മതി, ബലി കൊടുക്കണ്ട, അളാ വീട്ടണ്ട, ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടില്ല. പക്ഷെ ഷർത്ത് വെക്ക. അതുപോലെ തന്നെ ഈ തസ്രീഹില്ലാതെ ഹജ്ജിന് പോകണ തന്നെ തെറ്റ്, അത് വേറെ വിഷയം. ഇനി അഥവാ അങ്ങനെ പോവാണ്, തെറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇഖാമന്റെ നിയമവും ഇന്ന് നിലവിലുള്ളതായിരിക്കുന്ന പ്രത്യേക സാഹചര്യവും ഒക്കെ കണക്കിലെടുത്ത് തസ്രീഹ് അടുപ്പിച്ച് നിയമപ്രകാരം പോകാൻ വളരെ പ്രയാസങ്ങളുണ്ട്. അപ്പോ ഒരാൾക്ക് അങ്ങനെ പോകണം എന്ന് തോന്നിയാൽ അപകടകരമല്ലാത്ത നിലക്ക് അയാൾക്ക് പോയി, ചിലപ്പോൾ ഭാഗ്യം അല്ലാഹു തആല കൊടുത്തെങ്കിൽ പോയി ശരിക്കും ഹജ്ജ് ചെയ്ത് പോരാൻ പറ്റിയെന്ന് വരും, ചിലപ്പോൾ തടയപ്പെട്ടെന്ന് വരും. തടയപ്പെടുന്നതിന് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തിരിച്ചുവിടുക, അങ്ങനെയൊരു രീതിയുണ്ട്. മറ്റൊന്ന് പിടിച്ചു വെക്കുക. ഹജ്ജിന്റെ സമയം കഴിയുന്നത് വരെ, അഥവാ ദുൽഹജ്ജ് 10
10ന്റെ അന്ന് നേരം പുലരുന്നത് വരെ പിടിച്ചു വെച്ചിട്ട് പിന്നെ വിട്ടേക്കുക. ഇങ്ങനൊക്കെ വരാറുണ്ട്. അപ്പൊ പിന്നെ ഹജ്ജ് നഷ്ടപ്പെട്ടല്ലോ. ഈ ഒരു സാഹചര്യം നേരിടാൻ ചെയ്യേണ്ടത്, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള പൊതു അനുവാദം കൊടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. സംഭവം നടക്കുകയാണെങ്കിൽ നാം കഷ്ടപ്പെടാതെ സുരക്ഷിതമായി നമുക്ക് പോരാൻ പറ്റുന്ന മാർഗം ഷർത്ത് വെക്കുക. ഹറാമിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി നവൈത്തുൽ ഹജ്ജ വഅറംതു ബിഹി ലില്ലാഹി തആല എന്ന് സാധാരണ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്ത കൂട്ടത്തിൽ പിന്നെ പറയാ, അല്ലാഹുവേ ഈ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന് എനിക്ക് ഇടക്ക് വെച്ച് വല്ല തടസ്സവും പ്രതിബന്ധവും നേരിടുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് തഹല്ലുലാകും. കൂട്ടിവെച്ചോളി. എനിക്ക് ഈ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന്, ഉംറക്കാണെങ്കിൽ ഉംറ പൂർത്തിയാക്കുന്നതിന് തടസ്സം നേരിടും, എന്നാൽ പോകാൻ പറ്റും, അങ്ങോട്ട് തിരിച്ചു വിടുമ്പോക്ക് തഹല്ലുലാകരുത്. മറ്റൊരു വഴിയിലൂടെ പോകാൻ പറ്റുമോ, ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിച്ചാൽ പോകാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കുക. ഒരു നിരക്കും പോകാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ ഞാൻ തടയപ്പെട്ടത് കാരണം തഹല്ലുലാവുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് മുടി മുറിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇത് ഒരുപാട് ആളുകൾക്ക് വരുന്ന വലിയൊരു പ്രശ്നം. അപ്പം നോമ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന പലരുമുണ്ട്, എക്സിറ്റിൽ പോകുന്നവരുണ്ട്, റീ എൻട്രിയിൽ പോകുന്നവരൊക്കെ ഉണ്ട്. ഈ പോകുന്ന ആളുകൾ പരിസരത്തായതുകൊണ്ട് ഒരു ഉംറ ചെയ്ത് വദാഇന്റെ തവാഫും ചെയ്ത് നാട്ടിൽ പോകാമെന്ന സതുദ്ദേശത്തോടു കൂടി പലരും ഇവിടുന്ന് പുറപ്പെടും. ദുൽഖഅദ് കഴിഞ്ഞ വർഷവും വരെ ഉണ്ടായിരുന്നത് ഒരു ദുൽഖഅദ് മാസം ഒരു 20 ആകുന്നത് വരെയൊക്കെ ഒരു പ്രശ്നമില്ല. ഇനി ഇഹ്റാം ചെയ്യാത്തവർക്ക് ദുൽഹജ്ജ് പറക്കുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ വർഷം ദുൽഖഅദ് പറന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ് ബന്ധാക്കി കഴിഞ്ഞു. ഇഹ്റാമിൽ പോകുന്ന ഒരാളെയും വിടാതെ തിരിച്ചയക്കുന്ന അവസ്ഥ. നാട്ടിൽ പോകുന്ന നിരപരാധി ഇതൊന്നും അറിയാതെ ഒരു ഉംറ ചെയ്തിട്ട് വദാഇന്റെ തവാഫും ചെയ്ത് പോരാം എന്ന നിലക്ക് ഇവിടുന്ന് ഉംറക്ക് ഇഹ്റാമും ചെയ്ത് പോയി ചെക്ക് പോയിന്റിൽ എത്തിയപ്പോ പോകാൻ യാതൊരു നിവൃത്തിയില്ല, തിരിച്ചു പോകണം എന്നറിഞ്ഞ് അങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് സാധാരണ ഇനി എന്താ ചെയ്യുക? ദുൽഹജ്ജ് 10ന്റെ അന്ന് നേരം വെളുത്താലേ ചെക്ക് പോയിന്റ് ഫുള്ളായിട്ട് തുറക്കുള്ളൂ. ഇയാൾ അതിന്റെ മുമ്പ് നാട്ടിൽ പോകേണ്ട ആളാണ്, ടിക്കറ്റൊക്കെ ആക്കി കിച്ചിട്ട് വെച്ചാ. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റേ ഉസ്താദിന്റെ അടുത്തേക്കും വിളിച്ചിട്ടൊരു കാര്യമില്ല. ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് ഇനി ഒരു വഴിയും നിങ്ങൾക്കില്ല. നേരത്തെ ഷർത്ത് വെക്കാത്തത് കൊണ്ട് ദുൽഹജ്ജ് 10ന്റെ അന്ന് നേരം പുലർന്നാൽ ചെക്ക് പോയിന്റ് ഓക്കെയാണ്, നിങ്ങൾക്ക് പോകാം. രാവിലെ പോയിട്ട് തവാഫും സഅയും ചെയ്ത് മുടി മുറിച്ച് പോരല്ലാതെ മറ്റൊരു വഴിയും ഷാഫി മദ്ഹബിലില്ല. അപ്പൊ ഇതിനുള്ള വഴി ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ എന്തുകൂടി പറയുക, നിയ്യത്തിൽ ഉൾപ്പെടുത്തുക. ഞാൻ ഇത് പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ തഹല്ലുലാകും എന്ന് നിയ്യത്ത് വെച്ചാൽ ഒരു പ്രശ്നമില്ല. പിന്നെ കളാ വീട്ടേണ്ട ആവശ്യമില്ല, മുടി മുറിച്ച് തഹല്ലുലായി ഇങ്ങോട്ട് പോന്നാൽ മതി. അല്ലാതിരുന്നാൽ നമ്മൾ ഇഹ്റാമിൽ തന്നെ നിലനിൽക്കും. ഹജ്ജാവുമ്പോൾ 10ന്റെ അന്ന് സുബഹിയാവുന്നതോടുകൂടി ഹജ്ജ് ഫൗത്തായി, അത് വേറെ വിഷയം, നമുക്ക് അടുത്ത പറയാനുള്ള വിഷയം. ഉംറ എന്നും കാലാകാലം ചെയ്യാലോ, അപ്പൊ നമ്മൾ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. എന്നാണോ ആ തടസ്സം നീങ്ങുന്നത്, ആ തടസ്സം നീങ്ങിയതിനു ശേഷം പോയി ചെയ്യല്ലാതെ വേറൊരു കുതിർത്തുമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കിയാൽ പോരാ, മറ്റുള്ള നമ്മുടെ കൂട്ടുകാര് സ്നേഹിതന്മാർക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ തടസ്സം നേരിടാൻ സാഹചര്യം മുന്നിൽ കാണുന്നപ്പോഴൊക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും കൂട്ടത്തിൽ അതിന് നമുക്കൊരു നഷ്ടമില്ല. കൂട്ടത്തിലുള്ള ഷർത്ത് വെക്കുക, അല്ലാഹുവേ ഈ ഞാൻ പ്രവേശിക്കുന്ന ഉംറ അല്ലെങ്കിൽ ഞാൻ പ്രവേശിക്കുന്ന ഈ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന് എനിക്ക് തടസ്സം വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ തഹല്ലുലാകും. ഒരു തടസ്സം വന്നില്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. തടസ്സം വന്നാൽ മുടി മുറിച്ച് തഹല്ലുലായാൽ മതി, നമ്മൾ പിന്നെ ഖളാ വീട്ടണ്ട, ഫിദിയ കൊടുക്കണ്ട, ഒന്നുമില്ല. കൂളായിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഇത് രണ്ടും അല്ലാത്തവർക്ക് ഇനി ഉസ്താദ് എന്താ കാട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഷാഫി മദ്ഹബുകാരനായ ഒരു ഉസ്താദിന്റെ മുന്നിൽ ഒരു വഴിയുമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെന്താ കൊടുക്കുമ്പോ മുട്ടിയാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു കൊടുക്കണമല്ലോ. ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടാണല്ലോ ഇപ്പൊ ഒരു ഉസ്താദിനോട് ചോദിക്കുന്നത്. അത് കുറച്ചൊരു ബോധം പടച്ചവനെ പേടിയുള്ളവര് വലിയൊരു ഭാഗം ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആവർത്തിച്ചു ചെല്ലണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയൊരു ഭാഗം ആളുകൾ വളരെ കൂളായിട്ട് ഇവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് പോകും. അവിടുന്ന് പോലീസും തിരിച്ചുവിട്ടാൽ നേരെ പേന്റും കുപ്പായും ഇട്ടിട്ട് തിരിച്ചുകൊണ്ട് പോരും. എന്നിട്ട് ഒരു സാധാരണ പോലെ ജോലിക്ക് പോലും തടി വടിക്കലും മുറിക്കലും എല്ലാം ഒക്കെ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു ബോധം വന്നിട്ട് പിന്നെ രണ്ടാമത് പുതിയ ഇഹ്റാം ചെയ്തിട്ട് പോവുക.
ഈ പുതിയ ഇഹ്റാം എണ്ണപ്പെടുന്നതല്ല. നേരത്തെ ഇഹ്റാം ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിലുണ്ട്. നിങ്ങൾ ഇതുവരെ നഖം മുറിച്ചത് മുഴുവനും ഹറാമാണ്. ഇതുവരെ നിങ്ങൾ എണ്ണ തേച്ചത് മുഴുവനും ഹറാമാണ്. ഇതുവരെ നിങ്ങൾ മുടി നീക്കിയത് മുഴുവനും ഹറാമാണ്. ഇതുവരെ ഇഹ്റാമിൽ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ചെയ്തു അത് മുഴുക്കിയും ഹറാമാണ്. നേരത്തെ ഇഹ്റാം നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ ഒരു മാറ്റമില്ലാതെ നോക്കും. എന്നിട്ട് നിങ്ങൾ എന്നാ പോയിട്ട് അവിടെ തവാഫും സയ്യും ചെയ്ത് മുടി മുറിക്കുന്നോ അപ്പോഴാണ് മുമ്പ് നിങ്ങൾ ചെയ്ത ഇഹ്റാം എന്നുള്ളത്. പുതിയ ചെയ്ത ഇഹ്റാമേ അല്ല. കാരണം ഒരു ഇഹ്റാമിലുള്ള സമയത്ത് രണ്ടാമത്തൊരു ഇഹ്റാം സഹിയാവുന്നതല്ലാണ്. അപ്പൊ എത്ര ഹറാമിന്റെ പടുകുഴിയിൽ പതിച്ച ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് വല്ല ബോധമുണ്ടോ? ഒരു ഉസ്താദിനോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പഠിക്കാൻ? ആ കോളേജ് അതൊന്നും വിഷയമല്ല. ആളുകൾ ഇഹ്റാം ചെയ്തിട്ടൊരു പോക്കാണ് പോവുക. എത്തിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് അവനാന്റെ പാട്ടിനിങ്ങനെ നടക്കുക. അതേസമയത്ത് കുറച്ചൊരു പടച്ചോനെ പോലെയും സൂക്ഷ്മതയുള്ള ആളുകളാ പറഞ്ഞാൽ ഇങ്ങനെ തടയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോദിക്കാൻ വിളിച്ചിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ എന്താ ഉസ്താദെ ചെയ്യണം, ഇങ്ങനെ ആയിപ്പോയി, പോകാനായിക്കില്ല പോലീസ്, ഞാൻ എന്താ അപ്പൊ നിങ്ങൾ സർച്ച് വെച്ചിരുന്നു, അതൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ ഉസ്താദെ കാട്ടുന്നത്? കുഴങ്ങിയില്ലേ? ചോദിച്ചോടും കുഴങ്ങി, ഉസ്താദും കുഴങ്ങി. പിന്നെ അതിനുള്ള വഴി ഹനഫി മദ്ഹബ് സ്വീകരിക്കാം. ഷാഫി മദ്ഹബിൽ പിന്നെ നിവൃത്തിയില്ല, വേറൊരു വഴിയേയില്ല. ഹനഫി മദ്ഹബ് സ്വീകരിക്കാം. ഹനഫി മദ്ഹബ് അനുസരിച്ച് ശത്രു തടഞ്ഞാലും രോഗം മുഖേന തടഞ്ഞാലും മറ്റ് കാരണങ്ങളാൽ തടയപ്പെട്ടാലും താൻ പ്രവേശിച്ച ഇഹ്റാം എന്തിൻ്റെതാണോ അത് ചെയ്തു തീർക്കാൻ പറ്റാത്ത നിലക്ക് പ്രതിബന്ധം തടസ്സം നേരിട്ടാൽ യസാറിന്റെ തഹല്ലുലിന് വേണ്ടി എന്ന നിയത്തോടുകൂടി ഒരു മൃഗത്തെ ബലിയറുത്ത് യസാറിന്റെ തഹല്ലുലാവുന്നു എന്ന നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലായാൽ മതി. എന്നാലും അപ്പൊ അതിനെന്താ? ആടിന് ചോദിച്ചാൽ 450, 475. അതോ 475 റിയാല് അതിന് കയ്യൊരു സ്ഥലം. എന്നാ ഇതൊന്നും കഴിയാത്തവൻ ഇങ്ങനെ ഓടി പോകുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചൂടെ? അതിന് തയ്യാറല്ല. അത് ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കാൻ തന്നെ അയ്യബ്. ഇതിനാരും തയ്യാറല്ല. എല്ലാവരും സ്വന്തം പണ്ഡിതന്മാരാ. അവയ്യക്കും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അത് സംബന്ധമായ ഇൽമു പഠിക്കൽ ഫർള് ഐനാണ്. ഫർള് ഐനാണ്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാണ്. എന്നിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു എഴുതുറും അതിന് കിട്ടൂല. അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എഴുതുറ് രണ്ട് കൂട്ടർക്കാള്. ഒന്ന് പുതുമുസ്ലിമാണ്, ഇയാൾ അതൊന്നും പഠിക്കാനുള്ള സമയമായിട്ടില്ല, അയാൾക്ക് എതിറാണ്. രണ്ടാമത്തേത് ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ഉസ്താദന്മാരൊന്നും ഇല്ലാത്ത ഏതോ കൊങ്ങിലോ കൊയിലാണ്ടിയിലോ, അത് ഞങ്ങളെ നാട്ടിലെ ഭാഷ കേട്ടോ. ഇനി കൊയിലാണ്ടിക്കാരനോട് ദേഷ്യം പിടിക്കണ്ട. കൊയിലാണ്ടിക്കാരൊക്കെ വലിയ ജോറ് ഉഷാറുള്ള ആൾക്കാരാ. അതല്ല, അങ്ങനെ നാട്ടിലങ്ങനെ ശൈലിയുണ്ട്. ഏതോ കാട്ടുമുക്കിൽ മനുഷ്യനും ആളൊന്നും എത്താത്ത, ഇങ്ങനെയുള്ള വിവരും മാലിന്യങ്ങളൊന്നും എത്താത്ത ഒരു നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. ഈ രണ്ടാൾക്ക് മാത്രമേ എഴുതുള്ളൂ, അറിയില്ലായിരുന്നു. മറിച്ച് ഒരു മുസ്ലിമിന്റെ മേൽ ഫർളായിനായ കടമയാണ് ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉംറയുടെ കാര്യങ്ങൾ പഠിച്ചിട്ടേ ഉംറ ചെയ്യാൻ പാടുള്ളൂ. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് സംബന്ധമായ കാര്യം പഠിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ ഇനി എന്താ കാട്ടണമെന്ന് ചോദിക്കാനെല്ലാം ഒന്ന് കുടുങ്ങിയിട്ടാ ചോദിക്കുക. കുടുങ്ങിയിട്ട് ചോദിക്കുമ്പം എന്താ പറഞ്ഞു കൊടുക്കുക? എന്തെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഷാഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ മാർഗമില്ല. അങ്ങനെ കുടുങ്ങുന്ന സമയത്ത് 4 മദ്ഹബൊക്കെ സഹിയാണല്ലോ. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് എന്ത് വേണം? ഒരു യസാറിന്റെ തഹല്ലുലാകാൻ വേണ്ടിയിട്ട് ബലി അറക്കുക, എന്നിട്ട് യസാറിന്റെ തഹല്ലുൽ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആ നിയ്യത്ത് ചെയ്തുകൊണ്ട് മുടി മുറിക്കുക, എന്നാ തഹല്ലുലാവും. അപ്പൊ വ്യത്യാസം എന്താ? കാര്യമായി ഇവിടെ ഈ പോയിന്റിലുള്ള വ്യത്യാസം, ഷാഫി മദ്ഹബിൽ ശത്രു തടയുന്നതും അല്ലാത്ത തടസ്സവും രണ്ടും രണ്ടാണ്. ശത്രു തടഞ്ഞെങ്കിൽ മാത്രമേ മുമ്പ് ഷർത്ത് വെക്കാത്ത രീതിയിൽ സംഭവിച്ചിടത്ത് വെച്ച് ബലിയർത്ത് മുടി മുറിച്ച് തഹല്ലുലാകാൻ പറ്റൂ. മറ്റെന്ത് തടസ്സമാണെങ്കിലും മുൻകൂർ ഷർത്ത് വെച്ചെങ്കിൽ മാത്രമേ തഹല്ലുലാകാൻ നിവൃത്തിയുള്ളൂ. അതേസമയത്ത് ഹനഫി മദ്ഹബിൽ എന്ത് നിലക്ക് ശത്രു മുഖേന ആവട്ടെ അല്ലാത്തതാകട്ടെ ചെയ്ത് ഇഹ്റാം ചെയ്ത അമൽ പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ യസാറിന്റെ തഹല്ലുലാവാം. അപ്പൊ യസാറിന്റെ തഹല്ലുൽ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, അപ്പൊ അങ്ങനെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ബലിയർത്ത് മുടി മുറിച്ച് തഹല്ലുലാകാം. അത് രണ്ടുമില്ലാതെ പാന്റ് കുപ്പായിട്ട് പോരുക എന്ന് പറയുന്നത് നരകത്തേക്കുള്ള പോരലാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ പാന്റിട്ടും ഹറാമ്, ഈ കുപ്പായിട്ടും ഹറാമ്. ഇനി അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും
രണ്ടാമത് എപ്പോഴാണോ പോയിട്ട് ആ ഇഹ്റാമിലുള്ള അമൽ ചെയ്ത് പൂർത്തിയാക്കി തഹല്ലുലാകുന്ന അതുവരെ ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയും ഹറാമാണ്. ഇയാളുടെ ധാരണയിൽ ഞാനിപ്പോ ഇഹ്റാമിലൊന്നും അല്ലാന്ന് അയാൾ ധരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇഹ്റാം ചെയ്തു പോയില്ലേ. അപ്പൊ അത് വളരെ സൂക്ഷിക്കണം. ഇതാണ് ഇപ്പൊ ഇഹ്സാറിന്റെ ഭാഗം. ഇനി ഫവാത്ത് എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് നഷ്ടപ്പെടുക, ഹജ്ജിന് മാത്രം ബാധകമാണ്, ഉംറയ്ക്കില്ല. അത് ചുരുക്കി പറയാം, ഞാൻ അതിനായിട്ട് വേറൊരു ക്ലാസ് എടുക്കാൻ നിർത്തിയില്ല. അതായത് ഒരാള് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. ഈ ഇഹ്റാം ചെയ്ത വ്യക്തി ദുൽഹജ്ജ് 9 അറഫ ദിവസം ദുഹ്റായോടെ മുതൽ തുടങ്ങി 10-ാം രാവ് ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതിന്റെ ഇടക്ക് ഒരല്പ സമയമെങ്കിലും അറഫയിൽ വേണമല്ലോ ഇഹ്റാമോട് കൂടി. ഇതിന് സാധിച്ചില്ല. എന്തോ സംഗതി വശാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തൊരു വ്യക്തിക്ക് അറഫ സമയമാവുന്ന ദുൽഹജ്ജ് 9 അന്ന് പകല് മഗ്രിബാകുന്ന സമയത്തിന്റെ ഇടക്കോ അന്ന് രാത്രി സുബ്ഹി ആകുന്നതിന്റെ ഇടക്കോ ഇദ്ദേഹത്തിന് അറഫയിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. രോഗം കാരണമോ വഴിതെറ്റിയിട്ടോ ബോധക്കേട് വന്നിട്ടോ ശത്രുക്കളോ അല്ലെങ്കിൽ എതിരാളികളോ പിടിച്ചു വെച്ചിട്ടോ അതല്ലെങ്കിൽ നിയമപരമായ കാരണങ്ങളാൽ തടസ്സം നിന്നിട്ടോ എന്തോ ആട്ടെ, ഇദ്ദേഹം ഇഹ്സാറിന്റെ തഹല്ലുൽ ആകാത്ത ഇഹ്റാമിൽ നിലകൊള്ളുകയാണെങ്കിൽ 10-ന്റെ അന്ന് ഫജ്ർ സ്വാദിഖ് കടക്കലോടുകൂടി ഹജ്ജ് നഷ്ടപ്പെട്ടു. അതിന് ഫവാത്ത് എന്നാ പറയാ, ഹജ്ജ് നഷ്ടപ്പെടുക. 10-ന് രാവിലെ പോലീസ് വിട്ടു, ഇഹ്റാമിൽ തന്നെയാണുള്ളത്. എന്നാൽ എന്ത് ചെയ്യണം? ഫവാത്ത് വന്നാൽ, അതായത് അറഫയിൽ നിൽക്കാൻ പറ്റാതെ ഹജ്ജിന് ഇഹ്റാം ചെയ്തൊരു വ്യക്തിക്ക് അറഫ നഷ്ടപ്പെട്ടാൽ നേരെ മക്കയിൽ ചെന്ന് തഹല്ലുലാകാൻ വേണ്ടിയിട്ടുള്ള തവാഫ്, അതാണ് 6 തരം തവാഫ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ഒരു തവാഫ് ഇതാണ്. 6 തവാഫ് അതിൽപ്പെട്ട ഒന്ന്. ഇത് ഹജ്ജിന്റെ തവാഫായിട്ടും കൂട്ടൂല, ഉംറന്റെ തവാഫായിട്ടും കൂട്ടൂല. ഈ ഹജ്ജ് നഷ്ടപ്പെട്ട ഫവാത്ത് വന്ന ഈ വ്യക്തി കഅബ ശരീഫിൽ ചെന്ന് തവാഫ് ചെയ്യണം, അത് വുജൂബ. ഈ തവാഫിന്റെ പേര് തഹല്ലുലിന് വേണ്ടിയുള്ള തവാഫ് എന്നാണ്. തവാഫ് തഹല്ലുൽ, വേറൊരു ലക്ഷ്യമില്ല. ചെയ്ത ഇഹ്റാമിൽ നിന്ന് വളരെ പുറത്തു വരല്ല, അതിനു വേണ്ടി തവാഫ്. ഈ തവാഫ് കഴിഞ്ഞതിന് ശേഷം സഫാവർക്കിടയിൽ ഒരു സൈ, അതും തന്നെ ഉംറയല്ല, ഹജ്ജിന്റെ ഭാഗമല്ല, ഒന്നുമല്ല, പക്ഷെ തഹല്ലുലിന്റെ ഭാഗം. അപ്പൊ തഹല്ലുലിന് വേണ്ടിയിട്ടുള്ള ഒരു തവാഫും ഒരു സൈയും ചെയ്ത് മുടി മുറിക്കുക. ഇപ്പൊ ചെയ്ത ഇഹ്റാമിൽ നിന്ന് സ്വതന്ത്രനായി. എന്നാൽ ഈ ഹജ്ജ് ഖളാ ആയതുകൊണ്ട് അടുത്ത കൊല്ലം ആ ഹജ്ജ് ഖളാ വീട്ടിൽ വുജൂബ്, അടുത്ത കൊല്ലം തന്നെ ഖളാ വീട്ടിക്കൊള്ളണം, പിന്തിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അടുത്ത കൊല്ലം ഖളാ വീട്ടിയുമാണ്. ഇപ്പോ തവാഫും സയ്യും ചെയ്ത് മുടി മുറിച്ചു. ഇതുകൊണ്ട് ഉംറന്റെ കൂലി കിട്ടൂല. ഫർളായ ഉംറ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് അത് വീടൂല. മറിച്ച് ചെയ്ത ഇഹ്റാമിൽ നിന്നുള്ള തഹല്ലുലാകൽ മാത്രമേ അതുകൊണ്ട് ലഭിക്കൂ. പിറ്റത്തെ കൊല്ലം ആ ഹജ്ജ് ഖളാ വീട്ടണം, അറുത്ത് ബലി നൽകണം. ഇതാണിപ്പോ അറഫ നഷ്ടപ്പെട്ടാൽ ഫവാത്ത് എന്ന് പറയും. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതേസമയത്ത് മിന നഷ്ടപ്പെട്ടു, മുസ്ദലിഫ നഷ്ടപ്പെട്ടു, അത് പോകാൻ പറ്റാതെ വന്ന അതിനുള്ളതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഉദ്ർ കൊണ്ടാണെങ്കിൽ രാപ്പാർക്കിൽ ഒഴിവാക്കി കിട്ടുമെങ്കിലും ഫിദിയ തടയപ്പെട്ടയിടത്ത് ഫിദിയ വുജൂബാവും, കല്ലേറിന് പകരം ഫിദിയ വുജൂബാവും. അതൊന്നും ഹജ്ജ് പൂർത്തിയാകുന്നതിന് തടസ്സാവില്ല. അപ്പൊ ചുരുക്കത്തിൽ അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ഫൗത്താകുക അഥവാ ഖളാകുക എന്നൊക്കെ കാരണമുണ്ടാവും. എന്നാലും ഇഹ്റാമിൽ നിന്ന് പുറത്തു വരൂല, അപ്പോഴും ഇഹ്റാമിൽ തന്നെ ഉണ്ട്. ഹജ്ജ് പോയെങ്കിലും ഇഹ്റാമുണ്ട്. ആ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു തവാഫും സൈൻ ചെയ്ത് മുടി മുറിച്ച് അടുത്ത കൊല്ലം ഖളാ വീട്ടി ബലിയെടുക്കണം. ഈ ബലി അടുത്ത കൊല്ലത്തെ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടേ പറ്റൂ. ബാക്കിയുള്ള ബലിക്കൊക്കെ നമ്മൾ പറഞ്ഞു ഏത് സമയത്ത് ഇറക്കാം. പക്ഷെ ഫവാത്തിന്റെ ബലി കൊടുക്കേണ്ടത് അടുത്ത കൊല്ലം ഖളാ വീട്ടാൻ വേണ്ടി ഇഹ്റാം ചെയ്തതിന് ശേഷമേ ഇറക്കാൻ പറ്റൂ. അതിന്റെ ഇടക്കൊന്നും ആ അറിവ് ശരിയാകുന്നില്ല. ഇത്രയും ആയപ്പോ മുഖ്യമായ ഹജ്ജിന്റെ വിധിവിലക്കുകൾ ആയി. ഇനി നമുക്ക് പ്രധാനമായൊരു ക്ലാസ്, മക്ക ശരീഫിൽ വിനിയോഗിക്കുന്ന സമയം എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്ന ഒരു വിഷയമുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലുണ്ടാവും. ഇത്രയും പറഞ്ഞ് ഇതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ഈ തൽക്കാലം ഇവിടെ നിർത്തുകയും ഇനി കുറച്ചു സമയം ബാങ്ക് കൊടുക്കുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട, ഇതുമായിട്ടായിക്കൊള്ളുന്നില്ല, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു തീർക്കാൻ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ നാളത്തെ ക്ലാസ് മക്കയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തി
ഹജ്ജിന്റെ സമയത്താവട്ടെ അല്ലാതെ ഉംറയ്ക്ക് വേണ്ടിയാവട്ടെ എത്തിയ വ്യക്തി അവന് ലഭിക്കുന്ന സമയം എങ്ങനെയൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കാം. ഇതൊന്ന് പ്രത്യേകം മടിവരട്ട് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാ കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രത്യേക സാഹചര്യം മുതലെടുത്ത് മലയാളികളായ വഹാബികൾ മക്കയിലും മദീനയിലും പ്രചണ്ഡമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിലെത്തിയാൽ ആ വരുമ്പമുള്ള ഇഹ്റാമിലുള്ള ഉംറയല്ലാതെ ഒരു കാരണവശാലും ഉംറ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഒരു വിവരമില്ലാത്ത ജാഹിലീങ്ങളായ സാധാരണക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേന വരുമ്പോൾ അവർക്ക് കൂടെ ഉസ്താദന്മാരില്ല, നിയന്ത്രണമില്ല, അമീറില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും നേരിൽ കണ്ട് നിങ്ങൾ ഇവിടുന്ന് പോരുമ്പം ഉംറല്ലാതെ ഇനി ഉംറ ചെയ്യാൻ പാടില്ല, ഇനി നിങ്ങൾ ഹജ്ജ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നിട്ട് ആളുകളെ തടയുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ്, വിരോധിക്കുകയാണ്.